കനത്ത കാറ്റിലും മഴയിലും കൂത്തുപറമ്പ് മേഖലയിൽ വ്യാപക നാശം. മരം കടപുഴകി വീണ് വീടുകൾ തകർന്നു. കണ്ണൂർ റോഡിൽ നിർത്തിയിട്ട ബസ്സിനു മുകളിൽ മരം പൊട്ടി വീണു. കൂത്തുപറമ്പ് ആമ്പിലാട് കനാൽക്കരയിൽ മരം കടപുഴകി വീണ് വീടിന് നാശനഷ്ടം സംഭവിച്ചു. വടക്കേയിൽ ഹൌസിൽ കല്ലൻ നാരായണിയുടെ വീടിന് മുകളിലാണ് പറമ്പിലെ കൂറ്റൻ തേക്കുമരം കടപുഴകി വീണത്. ഒറ്റനില ഓടുമേഞ്ഞ വീടിന്റെ ഞാലിഭാഗം തകർന്നു. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. മറ്റു മരങ്ങളിൽ തട്ടി തേക്കുമരം നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് മരം വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. മരം പൂർണ്ണമായും വീടിന് മുകളിൽ പതിച്ചിരുന്നെങ്കിൽ വീട് തകരുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രി അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ കടപുഴകി വീണതായിരുന്നു. പക്ഷേ അതിനടുത്തൊരു മാവും തെങ്ങും അതിനെ താങ്ങിയതുകൊണ്ടാണ് ഒരു വൻ ദുരന്തം ഒഴിവായിരിക്കുകയാണ്. ആ വീട്ടിൽ കുട്ടികളും മറ്റും ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഈ മറ്റു മരങ്ങൾ താങ്ങിയതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായിട്ടുള്ളത്. കൂത്തുപറമ്പ് വില്ലേജ് നഗരസഭാ അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. മരം പിന്നീട് മുറിച്ചുമാറ്റി. കോട്ടയം പഞ്ചായത്തിലെ 14-ാം വാർഡിൽ കൂവപ്പാടിയിൽ വീശിയടിച്ച കാറ്റിൽ പുന്നത്തിൽ കൈറുനീസിയുടെ വീട് തകർന്നു. വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. മേൽക്കൂര തകർന്നു. കോട്ടയം വില്ലേജ് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കണ്ണൂർ റോഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിന് പിറകിൽ മരം കടപുഴകി വീണ് ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തെ മാവ് കടപുഴകി ബസ്സിന് പുറകുവശത്ത് പതിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.